ഹലോ ഗൈസ്, വിൽസണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് റൈസ് എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ ടയർ ബ്രാൻഡിനെ കുറിച്ചാണ്. ഇന്ത്യയിൽ എത്തിയിട്ട് വളരെ കുറച്ച് കാലമേ ആയിട്ടുള്ളെങ്കിൽ പോലും നമ്മുടെ വിപണി പിടിച്ചെടുക്കാൻ റൈസിന് സാധിച്ചിട്ടുണ്ട്. ഒരുപാട് പേരും തിരക്കി വരുന്നൊരു ബ്രാൻഡ് കൂടിയാണ് റൈസ് എന്ന് പറയുന്നത്. നമുക്ക് റൈസിൻ്റെ ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. ആദ്യം തന്നെ നമുക്ക് കാണാം, റൈസ് എന്ന് പറയുന്ന ടയർ ബ്രാൻഡ് ഒരു സ്പോർട്സ് മോഡൽ ബൈക്കുകൾക്ക് വരുന്നത് പോലെ ഫുള്ള് കവർ ചെയ്ത് ഒരു ക്ലോത്ത് കൊണ്ടുള്ള കവറിങ് ഉൾപ്പെടെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് ഇതിൻ്റെ വാറൻറ്റി ഡീറ്റെയിൽസും അതുപോലെ മാനുഫാക്ചർ ചെയ്യുന്ന ഡീറ്റെയിൽസും സ്ഥലവും കാര്യങ്ങളും എല്ലാം അതിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കെല്ലാം അതിൽ തന്നെ കാണാൻ പറ്റും. അതുപോലെ നമുക്ക് ജസ്റ്റ് ക്ലോത്ത് ഒന്ന് മാറ്റപ്പെടുത്തേക്ക് നമുക്ക് അതിൻ്റെ ഗ്രിപ്പ് കാണാം. എത്രത്തോളം നല്ലൊരു പെർഫെക്റ്റ് ഡിസൈനിലാണ് ആ ഗ്രിപ്പ് കൊടുത്തിരിക്കുന്നതെന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇന്ത്യയിലുള്ള പല ബ്രാൻഡുകളും റേഡിയൽ ടയർ എന്ന് പറഞ്ഞ് ഇറക്കുന്നത് നൈലോൺ റേഡിയലാണ്. അതായത് ടയറിനകത്ത് വരുന്നത് നൂലിൻ്റെ ഒരു കൺസ്ട്രക്ഷനാണ് വരുന്നത്. പക്ഷേ റൈസ് ഇറക്കിയപ്പോൾ തന്നെ അവർ സ്റ്റീൽ റേഡിയലാണ് ഇറങ്ങുന്നത്. 0 ഡിഗ്രി സ്റ്റീൽ റേഡിയൽ, അതായത് ZR കാറ്റഗറിയിലുള്ള ടയറുകളാണ് അവർ ഇറക്കിയിരിക്കുന്നത്. സ്പോർട്സ് ബൈക്കൊക്കെ യൂസ് ചെയ്യുന്ന പോലെ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള കണ്ടീഷനിലുള്ള ടയറുകളാണ് റൈസ് ഇന്ത്യൻ റോഡുകൾക്ക് വേണ്ടി ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റൈസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു യുവാക്കൾക്കിടയിലുള്ളൊരു തരംഗം, ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അതിൻ്റെ ഏറ്റവും വലിയ ഫീച്ചർ എന്ന് പറയുന്നത് ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി തന്നെയാണ്. 0 ഡിഗ്രി റേഡിയൽ ടെക്നോളജി ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി നല്ല രീതിക്ക് ഇൻക്രീസ് ആയി കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് നമ്മുടെ ഹൈവേയിൽ നമുക്ക് നല്ല സ്പീഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ വണ്ടി തെന്നി മാറുന്നതായിട്ടൊരു ഫീൽ കിട്ടത്തില്ല. അതായത് നല്ല സ്റ്റേബിളായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ഫീച്ചർ ഈ ടയറിന് കൊടുത്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് വെച്ചാൽ വെറ്റ് ഗ്രിപ്പും ഡ്രൈ ഗ്രിപ്പും ഒരുപോലെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ മഴയുള്ള സമയത്താണെങ്കിലും അതുപോലെ നല്ല ഉണങ്ങി കിടക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് ടയറിൻ്റെ പെർഫോമൻസിൽ വലിയ വേരിയേഷൻ ഉണ്ടാകത്തില്ല. അത് വെള്ളത്തിൽ കയറി കഴിഞ്ഞാൽ തെന്നി മാറുക അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഒരു 90% പരിഹരിക്കാനായിട്ട് ഈ ഡിസൈന് സാധിച്ചിട്ടുണ്ട്. കമ്പനി പറയുന്ന മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് കോർണറിങ് എടുക്കുമ്പോൾ നമുക്ക് നല്ല കോൺഫിഡൻസോടെ കോർണർ ചെയ്യാൻ പറ്റും. അങ്ങനൊരു ഫീച്ചർ പറയുന്നുണ്ട്. അതായത് ഇതിൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പാറ്റേൺ കൺസ്ട്രക്ഷനും കാരണം നമുക്ക് നല്ല രീതിക്ക് തന്നെ ഇത് കോർണർ ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈൻ കൂടിയാണ് റൈസിൻ്റെ റേഡിയൽ ടയറുകളെന്നാണ് കമ്പനി പറയുന്നത്. അതുപോലെ തന്നെ അവർ പറയുന്ന മറ്റൊരു ഫീച്ചർ അതെനിക്ക് അത്രത്തോളം അങ്ങ് എക്സ്പ്ലെയിൻ പറ്റുന്നില്ല. കാരണം നമ്മളെ റോഡിൽ അത് പറ്റുന്നതാണെന്ന് എനിക്കറിയത്തില്ല. കാരണം അവർ പറയുന്നത് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ഡിസൈൻ കാരണം ഇവരുടെ ടയറുകൾ ഹീറ്റ് കുറച്ച് കുറവായിരിക്കും എന്നാണ് പറയുന്നത്. നമ്മുടെ റോഡിൽ എത്രത്തോളം ആപ്റ്റാണെന്ന് എനിക്ക് പറയുന്നത്, കാരണം നമ്മളെ റോഡിൻ്റെ ഹീറ്റ് നമുക്ക് തന്നെ അറിയാവുന്നതാണ്. അപ്പോഴത്തേക്ക് ആ ഹീറ്റ് കുറച്ച് കുറവായിരിക്കും. അങ്ങനെ ഹീറ്റ് കുറയപ്പോഴത്തേക്ക് നമ്മുടെ ഓൾറെഡി നമ്മുടെ തേയ്മാനവും കുറവാണ്. ഇപ്പം നമ്മൾ ഓവറോൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിലുള്ള ഇപ്പം നിലവിലുള്ള നല്ല ടയറുകളേക്കാൾ ഒരു പടി മുന്നിൽ നമുക്ക് റൈസിനെ കൊണ്ടുവയ്ക്കാൻ പറ്റും. അപ്പം റൈസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബായ്.